ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം കൂടുതൽ സങ്കീർണമാവുകയാണോ എന്നൊരു സംശയം. കാരണം അമേരിക്കൻ പര്യടനം വെട്ടിച്ചുരുക്കി നെതന്യാഹു ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അതിന് പെട്ടെന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കൈവശമിരിക്കുന്ന ഗോലാൻ കുന്നുകളിൽ ലബനീസ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 10ഓളം പേര് മരിച്ചു. അത് കുട്ടികളാണ്, 10നും 16നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ. അപ്പോൾ അവിടെ ദ്രൂസ് എന്ന് പറയുന്ന അറബ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രാമമുണ്ട്. മജ്ദാർ ഷംസ് എന്ന ഗ്രാമത്തിലാണ് ഈ മിസൈൽ ആക്രമണം നടന്നത്. അതിന് എല്ലാ പരിധികളും കടന്നു അതിശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാനും പറയുന്നു. അപ്പോൾ യുദ്ധം പലസ്തീനും ഇസ്രായേലും കടന്ന് ലെബനോണിലേക്കും ഒക്കെ മാറി വ്യാപിക്കുകയാണോ? ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞ പോലെ അതിഭീകരമായ ആക്രമണം നടന്നു. ഈ ഒക്ടോബർ 7 ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ സാറ്റർഡേ ആണ് വലിയൊരു അറ്റാക്ക് ഹിസ്ബുള്ള നടത്തിയത്. അത് ഈ ഗോലൻ ഹൈറ്റ്സ് അല്ലെങ്കിൽ ഗോലൻ കുന്നുകളിലാണ് നടത്തിയിരിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് മജ്ദൽ ഷംസ് എന്ന് പറയുന്നത്. മജ്ദൽ ഷംസ്. അവിടെ ഡ്രൂസ് അറബ്സ് എന്ന് പറയുന്ന വിഭാഗം താമസിക്കുന്ന സ്ഥലമാണ്. അവർ ജ്യൂസ് അല്ല, അറബ്സാണ്. ഈ എന്താ ഷിയ വിഭാഗത്തിൽ നിന്ന് തന്നെ പിന്നീട് വേറിട്ട് പോന്നിരിക്കുന്നതാണ്. അത് തന്നെ. ദേ ഡോണ്ട് കൺസിഡർ ദംസെൽസ് മുസ്ലിംസ്. അതാണ് ഫാക്ട്. അപ്പോൾ അവിടെ ഈ മജ്ദൽ ഷംസിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ അടുത്താണ് ഇത് വന്ന് വീണത്. 12 പേര്, ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 12 പേര് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നവർ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഇതിനു മുമ്പ് കുറേയൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങോട്ട്. അതൊക്കെ കാര്യമായ റിയാക്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എൻ്റെ സീരിയസ്നെസ് മാറി. അപ്പോൾ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ വിസിറ്റ് അത് കട്ട് ഷോട്ട് ചെയ്ത് ചുരുക്കിയിട്ട് ഉടനെ തന്നെ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ വാർ ക്യാബിനറ്റ് നെതന്യാഹുവിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണോ റൈറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നെതന്യാഹുവിന് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഈ ലെബനോണിൽ പല സ്ഥലത്തും ബോംബിങ് നടന്നു കഴിഞ്ഞു ഇസ്രായേലിൻ്റെ. പിന്നെ ബോർഡർ ഏരിയയിൽ നിന്ന് കുറേയൊക്കെ ഹിസ്ബുള്ള ആൾക്കാർ അവർ മാറ്റുകയാണ്, ഈ ഹിസ്ബുള്ള തന്നെ. കാരണം അവർക്കറിയാം ഇതിൻ്റെ ഗൗരവം എന്താണെന്നറിയാം. ഇസ്രായേൽ ആക്രമിച്ചു കഴിയുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാകും. ഒക്ടോബർ 7 നടന്ന തീവ്രവാദി ആക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ കാഷ്വാലിറ്റിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് 1400 പേര് മരിച്ചു, ഇപ്പോൾ 12 പേരെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇത്രയും വലിയ മരണം ഉണ്ടായിട്ടില്ല ഇസ്രായേലിൽ. അപ്പോൾ ഈ ഡ്രൂസ് അറബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സമാധാനപ്രിയരാണ്. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുമിക്കും. അവർ അതിനെതിരെ തിരിച്ചടിക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്ന ഈ ഡ്രൂസ് അറബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പലരും ഇത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ബിഗ് എസ്കലേഷൻ ഉണ്ടാകാം എന്നാണ്. കാരണം ഇസ്രായേൽ എങ്ങനെയാലും വെറുതെ ഇരിക്കില്ല. ഇസ്രായേൽ ഇതുവരെ ഇവർ കാണിച്ചതൊക്കെ തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, വെറുതെ എന്തെങ്കിലും അവർ പേരിനാണ് ഈ അയക്കണേ. അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ ടെന്നീസ് കളിക്കില്ലേ, നമ്മൾ ഒന്നങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച്, അപ്പോൾ ഒന്നങ്ങോട്ടടിച്ച് ഒന്നിങ്ങോട്ടടിച്ച്, അല്ലാതെ ഒരെണ്ണം ഇങ്ങോട്ടടിച്ചതിന് 4 അങ്ങോട്ട് അടിക്കാൻ പാടില്ല. ഞങ്ങളിങ്ങനെ ഓരോന്നിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഒരെണ്ണത്തിനൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ മേജർ വാർ അവർക്ക് താല്പര്യമില്ല. അവിടെ വരുമ്പോൾ പ്രശ്നമാവും. അപ്പോൾ അവർക്ക് കുറേ പേര് മരിച്ചു എന്ന് വിചാരിച്ച് വലിയ പ്രശ്നം. അതെ. അതേസമയം ഇസ്രായേലിന് ഹ്യൂമൻ ലൈഫ് അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രാവശ്യം അവരുടെ ഒരു പട്ടാളക്കാരൻ പയ്യനെ പിടിച്ചു കഴിഞ്ഞിട്ട് അവനെ വിട്ട് അയക്കാൻ വേണ്ടിയിട്ട് ഇവർ പാലസ്തീൻ സൈഡിൽ നിന്ന് ഡിമാൻഡ് ചെയ്തത് 1027 പേരെ തിരിച്ചു കൊടുക്കണമെന്ന് കൊടുത്തു. എന്നിട്ട് ഈ 1027 പേരെ തിരിച്ചു കൊടുത്തിട്ടാണ് ഒരാളെ. അപ്പോൾ ഇസ്രായേൽ അത്രയും ഈ ഹ്യൂമൻ ലൈഫിന് വാല്യൂ കൊടുക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് വൺസ് ദേ ഡിസൈഡ് അത് നല്ലൊരു ഡിറ്റർമിൻഡ് അറ്റാക്കായിരിക്കും അവർ നടത്തുന്നത്. അത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ കുറേ നാൾ ഹൂത്തികൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു, കുറേ നാളുണ്ടായിരുന്നു ഇസ്രായേൽ. പക്ഷേ പോയി ചെന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ കാണാനുണ്ട് അതിൻ്റെ ഫലം എന്താണ്. അപ്പോൾ അതേപോലെ ഇവർ അറ്റാക്ക് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്, അതിലൊരു സംശയം വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെതന്യാഹു നേരത്തെ തന്നെ അവിടുത്തെ താമസമൊക്കെ അല്ലെങ്കിൽ അവിടെ വിസിറ്റ്, ഹി കട്ട് ഷോർട്ട് ഹിസ് വിസിറ്റ് ആൻഡ് കെയിം ബാക്ക്. അപ്പോൾ ഇനി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും.
കുറേ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ആക്രമിച്ചിട്ടുണ്ട്. ഈ ഗോലാൻ കുന്ന് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അല്ലല്ലോ, ഇസ്രായേൽ ബലമായി പിടിച്ചെടുത്ത സ്ഥലമല്ലേ? ഗോലാൻ കുന്ന് 1967 വാറിൽ അവർ പിടിച്ചെടുത്താണ്. പക്ഷേ അവർ ഇപ്പോൾ യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് യുദ്ധത്തിൽ പിടിക്കുന്ന ഭൂമി അവർ തിരിച്ചു കൊടുക്കില്ല. അവരുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യല്ല, അവരെ അറ്റാക്ക് ചെയ്തു. അതെ. അപ്പോൾ ഈച്ച് ടൈം അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ പിടിച്ചെടുക്കുന്ന ഭൂമി പിന്നെ കൊടുക്കില്ല. കാരണം ഒരു യുദ്ധം ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു കോസ്റ്റ്, പിന്നെ അത്രയും സഹിച്ച് എന്തെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തോന്നും അറ്റാക്ക് ചെയ്തു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വന്നിട്ട് വീണ്ടും ആക്രമിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇസ്രായേലി ചെറുപ്പക്കാരൻ സോൾജറിൻ്റെ കാര്യം, ഗിലാദ് എന്നാണ് അവൻ്റെ പേര്. ആ ഗിലാദിനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1027 പേരെ കൊടുത്തു. ഈ 1027 പേര് തിരിച്ച് കൊടുത്തതിൽ, ഫ്രീ ആക്കി വിട്ടതിൽ പലരും ഇപ്പോൾ ഈ അറ്റാക്ക് നടക്കുന്നതിൽ ഉണ്ടെന്നുള്ളതാണ്. ഏത് ഇപ്പോൾ October 7th നടന്ന അറ്റാക്കിൽ ഉണ്ടായിരുന്നു അവർ പലരും. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധം ചെയ്യാൻ വന്നു, യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇത് പറയുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ച ചില ആളുകളൊക്കെ എടുത്ത് കണക്കിലിടാൻ തോന്നുന്നത്. കാരണം 71 നമ്മുടെ പട്ടാളം ലാഹോർ വരെ എത്തിയതാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അന്ന് അത്രയും സ്ഥലം നമ്മുടെ കയ്യിൽ ഇരുന്നുണ്ടെങ്കിൽ, അവിടുത്തെ ആളുകളെ എവിക്ട് ചെയ്ത് ആ ലാൻഡ് കൈവച്ചിരുന്നെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ ക്രിമിനേടി കുറേ മാറിയേനെ. അതേപോലെ പാകിസ്ഥാൻ ഏതോ കുറച്ച് സ്ഥലം ഇന്ത്യയുടെ പിടിച്ചെടുത്തായിരുന്നു ഒരു യുദ്ധം നടന്നപ്പോൾ. പാകിസ്ഥാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ അറിയാം അത് അവർക്ക് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പ്രയാസമായിരിക്കും, അവരത് ചൈനയ്ക്ക് വിട്ടുകൊടുത്തു. ചൈനയോട് എടുത്തോളാൻ പറഞ്ഞു. അതെ അതെ. കാരണം ഞങ്ങൾക്കത് സൂക്ഷിക്കാൻ പറ്റില്ല, കാരണം അവരെപ്പോഴാണ് പിന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചൈന പാകിസ്ഥാനെ ഒന്നും ഒരു ഉപദ്രവമില്ല. ബാക്കി ചൈനയുടെ ബോർഡറിലുള്ള എല്ലാ രാജ്യങ്ങളെയും അവർ ആക്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് അവരുടെ ബോർഡർ. പാകിസ്ഥാനായിട്ട് ഒരു പ്രശ്നമില്ല, ബാക്കി എല്ലാവരുടെയും ബോർഡറിൽ കയറി മാന്തിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഈ ലാഹോറിനടുത്ത് വരെ ഇന്ത്യൻ സേന എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാനിലെ പട്ടാള മേധാവിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു ക്ലോസ് ഡോർ ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിൽ നമ്മൾ സേന പിന്മാറാൻ തീരുമാനിച്ചു. നമ്മുടെ സേന പിന്മാറാൻ തീരുമാനിച്ചു. അത് സംബന്ധിച്ച് ഒരുപാട് അശ്ലീല കഥകളൊക്കെ ഉണ്ട്. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. എബൌട്ട് 90,000 ഒരു ലക്ഷത്തോളം പാക് പട്ടാളക്കാരെ നമ്മൾ പ്രിസണേഴ്സ് ഓഫ് വാറായിട്ട് പിടിച്ചു. അതെ അതെ. ഈ യാഹിയാൻ കീഴടങ്ങൾ കരാർ ഒപ്പുവെക്കുന്ന ചിത്രമൊക്കെ ഇപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഈ 1 ലക്ഷത്തോളം ആൾക്കാരെ നമ്മൾ പിടിച്ചെടുത്തത് നമ്മൾ വിട്ടുകൊടുത്തു. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, 1 ലക്ഷം പേരുണ്ട്. അവർക്ക് കുറേ അരിയും മറ്റു സാധനങ്ങളൊക്കെ ഓരോരുത്തർക്കും, ഓരോ പട്ടാളക്കാരനും, പാകിസ്ഥാൻ പട്ടാളക്കാരനും കൊടുത്തിട്ടാണ് ഇത് തിരിച്ചയച്ചത്. പക്ഷേ ഹാൻഡ്ഫുൾ, വളരെ ചുരുക്കം ഇന്ത്യൻ പട്ടാളക്കാരെ അവർ പിടിച്ചായിരുന്നു, വിട്ടയച്ചില്ല. അതിനെപ്പറ്റി ഒരു രൂപമില്ല, നമ്മൾ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പേരിന് വിട്ടയച്ചിട്ടുണ്ടാകും, പക്ഷേ അവരുടെ കയ്യിൽ കിട്ടിയേക്കുന്ന അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ ആൾക്കാരെ പിടിച്ചുകൊണ്ടായിരുന്നല്ലോ October 7th. അവരിപ്പോഴും ഹോസ്റ്റേജായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം പറയുന്നുണ്ട്, യുദ്ധം നിർത്ത് സമാധാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ പലരും ഇപ്പോഴും ഇവരുടെ കസ്റ്റഡിയിലാണല്ലോ. അവർ പിടിച്ചെടുത്ത ഹോസ്റ്റേജസിനെ അവർ വിട്ടുകൊടുക്കണമല്ലോ. അതാണ്, എന്നിട്ടാണ് യുദ്ധം നിർത്തുന്നത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വഷളാകാം എന്നറിയാവുന്നതുകൊണ്ട് അമേരിക്കയും അവരുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബ്ലിങ്കൻ ഒക്കെ കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്. പിന്നെ ഫ്രാൻസും കാര്യമായിട്ട് അവരുടെ സ്വാധീനം മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം വൺസ് അപ്പോൺ എ ടൈം ഇത് ഈ പറയുന്ന സ്ഥലമൊക്കെ, ഈ ലെബനോൺ ഒക്കെ, അത് ഫ്രാൻസിൻ്റെ ഒരു പ്രൊട്ടക്ടറേറ്റ് ആയിരുന്നു, അവരുടെ കീഴിലായിരുന്നു ഈ സ്ഥലം. അതുകൊണ്ട് ഫ്രാൻസിന് ചെലുത്താവുന്ന സ്വാധീനം അവർ ചെലുത്തുന്നുണ്ട്, അമേരിക്കയ്ക്ക് ചെലുത്താവുന്ന സ്വാധീനം അവർ ചെലുത്തുന്നുണ്ട്, ഇത് എസ്കലേറ്റ് ചെയ്യാതിരിക്കാനായിട്ട്. അതേസമയം ഇറാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനപ്പുറം ഭയങ്കരമായിട്ട് അതും പറയുന്നുണ്ട്. അങ്ങനത്തെ യുദ്ധം തീരുകയല്ല, കൊടുമ്പിരിക്കൊള്ളുകയാണ്. അതെ, കൊടുമ്പിരിക്കൊള്ളുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം. ഇസ്രായേലിൻ്റെ ഒരു താണ്ഡവമായിരിക്കും സംഭവിക്കുക. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമായിരുന്നു. ഒരുപാട് മനുഷ്യർ ഇനിയും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് ദുഃഖകരമായ സത്യം. അതെ അതെ. അപ്പോൾ അത് നമ്മൾ അമേരിക്കയുടെ കാര്യം പറഞ്ഞു, അവരിടപെടുന്നത്. പിന്നെ ഫ്രാൻസിൻ്റെ കാര്യം പറഞ്ഞ് ഇടപെടുന്നത്. പിന്നെ ഇറാൻ വലിയ ഭീഷണിയൊക്കെ മുടക്കിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ വേറൊരാളും കൂടി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് എർദോഗാനാണ്, തുർക്കിയ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പണ്ട് പല സാഹചര്യങ്ങളിലും മറ്റു രാജ്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരെണ്ണം ലിബിയയിൽ ഞങ്ങൾ കയറി ഇടപെട്ടിട്ടുണ്ട്. അവിടെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അവിടെ ഇടപെട്ടിട്ടുണ്ട്. ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് പോലെ ഞങ്ങൾ നേരെ ചെന്ന് ഇടപെട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് ഇടപെട്ടേക്കുന്നത് നബാർണോ കറാബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ അസർബൈജാൻ ആൻഡ് അതിൻ്റെ തൊട്ടടുത്തൊരു രാജ്യമുണ്ട് അർമീനിയ എന്ന് പറഞ്ഞിട്ട്.
അർമേനിയയുടെയും അസർബൈജാൻ്റെയും ഇടയ്ക്ക്. അത് അസർബൈജാൻ്റെ കസ്റ്റഡിയിലൊക്കെ ആണെങ്കിലും അവിടെ എല്ലാം ക്രിസ്ത്യൻ ആൾക്കാരായിരുന്നു. അപ്പോൾ അസർബൈജാൻ അവരെ പുറത്താക്കാനായിട്ട് തീരുമാനിച്ചു. പുറത്താക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം മുസ്ലിംസ്, നോ പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങൾ അർമേനിയയിലേക്ക് പോയിക്കൊന്നും പറഞ്ഞുകൊണ്ട് അവർ പതിറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഉടനെ പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു. പണ്ടായിരുന്നെങ്കിൽ പറയില്ലായിരുന്നു, കാരണം ഈ അർമേനിയയ്ക്ക് എപ്പോഴും റഷ്യയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പോയി ഇപ്പോൾ ഇടപെടാവുന്ന സാഹചര്യത്തിലല്ല റഷ്യ. ആ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ഇവർ പറഞ്ഞത് നിങ്ങൾ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. സ്ഥലം വിട്ടോളാൻ പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, ഈ അർമേനിയയ്ക്ക് അനുഭവമുണ്ട്. പണ്ട് ഓട്ടോമൻ ടർക്കി അർമേനിയനെ ആക്രമിച്ചിട്ട് അവിടെ 15 ലക്ഷം അർമേനിയൻസാണ് കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത്. വലിയ കൂട്ടക്കൊലയാണ്. അതെ. അപ്പോൾ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ജനസൈഡ്സിൽ ഒന്നാണിത്, വംശഹത്യ. അപ്പോൾ അവർക്ക് ഈ അർമേനിയൻ വംശജർക്ക് അറിയാം ഇവരെങ്ങനെ പെരുമാറുന്ന ആൾക്കാരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ അന്ന് ഓട്ടോമൻ ടർക്സാണ് അത് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അവിടെ അസർബൈജാനാണ്. പക്ഷേ ഈ അസർബൈജാന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ആളാണ് ഈ പറയുന്ന എർദോഗാൻ. എർദോഗാൻ വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി ജനങ്ങളൊക്കെ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ആളാണ്. അവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പുതിയ നൂറ്റാണ്ടിലെ ഖലീഫയാകാൻ ശ്രമിക്കുന്ന ഖലീഫയാണ്. അപ്പോൾ ഈ ഖലീഫ ആകാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ വലിയ താല്പര്യമാണെങ്കിൽ പോട്ടെ, ഇസ്രായേലിൽ പോയി നോക്കട്ടെ, അപ്പോൾ നഗർനോ കറാബക്ക് പോലെ ആണോ എന്ന് അദ്ദേഹത്തിനും മനസ്സിലാക്കാനായിട്ട് പറ്റും. പലർക്കും പലതും പഠിക്കാനുള്ള അവസരം പഠിക്കാറുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.